വിശാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ കൊടിയേറ്റി പരേതരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധമായ ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ഇടവകയുടെ മുൻ വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരാണ്. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് പൊയ്കമണ്ഡലച്ചനാണ്. അച്ഛൻ്റെ ഈ ഇടവകയുടെ ആരംഭകാലങ്ങളിൽ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഇടവക കൂട്ടായ്മയിലേക്ക്, ഈ വിശുദ്ധ കുർബാനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മികത്വം വഹിക്കുന്നത് ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് ചമതയിലച്ഛനാണ്. അച്ഛനെയും ഏറ്റവും ഹൃദ്യമായി ഈ ഇടവക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂബിലിയുടെ നിറവിൽ ഈ കമ്മാത്ത് ഇടവക 25 വർഷം പൂർത്തിയാക്കുമ്പോൾ അതേ വർഷം തന്നെ ജൂബിലി ആഘോഷിച്ചു വരുന്ന പ്രിയ ബഹുമാനപ്പെട്ട മാർട്ടിൻ വിലകുമാറയിലച്ഛൻ അച്ഛൻ ഈ ഇടവകയിൽ വന്ന് നമ്മൾ ജൂബിലി ആഘോഷങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ചതാണ്. അച്ഛൻ ഈ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് ഈ കമ്മാത്തി ഇടവകയുടെ ജൂബിലി ആഘോഷങ്ങളിൽ ഇന്ന് നമ്മളോടൊപ്പം വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അച്ഛനെയും ഏറ്റവും ഹൃദ്യമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയായിരുന്ന രൂപതയുടെ PR കൂടി ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട റോയി വലിപറമ്പിലച്ഛൻ, അച്ഛനെയും ഏറ്റവും ഹൃദ്യമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക്, ഇടവക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ 25 വർഷമായിട്ട് ഈ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നവീകരിച്ച ഈ ദേവാലയവും മനോഹരമാക്കിയിട്ടുള്ള ഇതിൻ്റെ അന്തരീക്ഷമൊക്കെ. തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പാടുകളും ബലഹീനതകളും കുറവുകളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഗീർവിക സഹതയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ച് ഒരിക്കൽ കൂടി നമുക്ക് നിങ്ങളെല്ലാവരെയും, നമ്മുടെ അയലിടവകകളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക്, കുർബാനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഹോദരങ്ങളെ, പരിശുദ്ധ ബലി സഭയ്ക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയുടെ കൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. Deva
נחולם في صلافين إسراها ملاين സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവൻ പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകും.
ശ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും പറയുമോ? ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എൻ്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷി നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറിയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാർ അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമീൻ. ബാരക്കുമോ? വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനിശ്ചയം അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായവനെ സ്ത്രീകളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു മിശിഹായുടെ പരസ്യകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിപോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ വന്ന് രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ. കാരണം 25 വർഷം മുമ്പ് 2000 നമ്മുടെ പയ്യമുള്ളച്ഛനുമായിട്ട്, അച്ഛൻ മെയിൻ വികാരിയും ഞാൻ സഹവികാരിയുമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്തു പോയതാണ്. വീണ്ടും ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ 2021-22 വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം നമ്മുടെ സഹവികാരികളായിട്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടെയും സാന്നിധ്യം അനുഗ്രഹപ്രദമാണെന്ന് യാതൊരു സംശയമില്ല. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. ക്രൈസ്തവ ദേവാലയം എവിടെയുണ്ടോ അവിടെ ഐശ്വര്യമുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ വരുന്നൊരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ പള്ളി അന്ന് ഓലപ്പുര അന്നില്ലേ, ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ മാറി, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലെ മനോഹരമായിരിക്കുന്ന പോലെ തന്നെ ചുറ്റുപാടും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുന്നതാണ്. അത് എവിടെ ക്രൈസ്തവ ദേവാലയമുണ്ടോ അവിടെ അനുഭവം അങ്ങനെയാണ് കാണുന്നത്. അത് ഇവിടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വചനം ആയിരിക്കാം ഇതിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തിയാകാം, യാതൊരു സംശയമില്ല. നമുക്കറിയാം ഈ ജൂബിലി, സാധാരണ ബൈബിളിൽ പറഞ്ഞ ജൂബിലി എന്താണ്? 50-ാം വർഷമാണ്. 7 വർഷത്തിൻ്റെ 7 × 7 49. അതൊരു സാപത്തായിട്ട് വരികയാണ്. അവിടെ ആ സാപത്ത് കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ 50-ാം വർഷമാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ എന്താണ് 25 വർഷമാണ് ഇതിൻ്റെ രജത ജൂബിലി എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷ് എന്താ സിൽവർ ജൂബിലി എന്ന് പറയുന്നു. 50 ആണെങ്കിൽ എന്താണ് ഗോൾഡൻ ജൂബിലി എന്ന് പറയുന്നു. അങ്ങനെ ജൂബിലികൾ, അതാണ് ബൈബിളിൽ പറയുന്ന ജൂബിലി. ഇത് ആരാണെന്ന്, ഇത് പ്രത്യേകിച്ചും ഉള്ളത് ലേവ്യരുടെ പുസ്തകത്തിലെ 25-27 അധ്യായങ്ങളിലാണ് ഈ വിമോചനത്തെക്കുറിച്ച് പറഞ്ഞത്. യേശു ഇന്നത്തെ സുവിശേഷം പോലും പറഞ്ഞെന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തലോട് സ്വാതന്ത്ര്യം, കർത്താവിൻ്റെ സംരക്ഷണം പ്രഖ്യാപിക്കുവാനും ഇപ്പോൾ തന്നെ ഇത് നിറവേറിയെന്ന് പറഞ്ഞു. കാരണം യേശുമ്പുരാൻ നമ്മളിനിയും ക്രൈസ്തവൻ ഒരിക്കലും 50 വർഷം കാത്തിരിക്കേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം യേശുമ്പുരാൻ എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്ന സമയമാണ്. തൊട്ടവരൊക്കെ സൗഖ്യപ്പെട്ടു, കണ്ടവരൊക്കെ സൗഖ്യപ്പെടുന്നു. എല്ലാ തരത്തിലും സ്വാതന്ത്ര്യത്തിലേക്കുമാണ് അവിടെ നയിക്കുന്നത്. അപ്പം അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ പ്രത്യേകതയാണ്. ഇന്നും ഓരോരുത്തർ പറയാം ലോകത്തിലെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഏതാണ്? നമ്മുടെ തന്നെ ഭാരതത്തിൻ്റെ പോലും ഭരണഘടനയ്ക്ക് പോലും എന്താണ് കിടക്കുന്നത്? ആ preamble of the Constitution, we the people of India having solemnly constituted India into a sovereign socialist democratic republic. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? അവിടെ പറയുന്ന ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു എല്ലാവർക്കും അവസര സമത്വം കൊടുക്കാൻ, ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ പറയാണ്, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. സ്വാതന്ത്ര്യം എന്താണ്? ചിന്തിക്കുവാനും അതുപോലെ തന്നെ പ്രകടിപ്പിക്കുവാനുമുള്ള ശേഷി കൊടുക്കാൻ പറയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. പിന്നെയും പറയാണ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ. അതായത് വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കണം. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ എന്താണ്, വ്യക്തികൾക്ക് സ്ഥാനമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ടാഗോർ പോലും പാടിയ എന്താണ് പാട്ട്? Where the mind is without fear, the head is held high. Where knowledge is free, where the world has been broken up into fragments by narrow domestic wall. പറയാണ് ഇവിടെ ഭയം ഇല്ലാതെ തല ഉയർത്തി നടക്കാൻ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ബൈബിളിൻ്റെ എല്ലാ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിക്കകത്ത് കൊണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞറിയാമോ, നമ്മുടെ മഹാത്മാഗാന്ധി ഒറ്റ സ്വാതന്ത്ര്യം എന്താണ്? അത് പൊളിറ്റിക്കൽ ഫ്രീഡം ആയിരിക്കും. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെങ്കിൽ അദ്ദേഹം എന്താ പറയാമോ? ഹെവൻലി ഫ്രീഡമാണ്. ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. കണ്ടോ, ഇതെല്ലാം ഇന്നത്തെ ഈ ജൂബിലിയുമായിട്ടുള്ള ആശയം തന്നെ അദ്ദേഹം പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടിയത്. ഇവിടെ സഹോദരത്വം വേണം, പാവപ്പെട്ടവനെ തള്ളരുത്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പറയാണ്, ഗിവ് മീ ദ സ്ട്രെങ്ത് നെവർ ടു ഡിസോൺ ദ പുവർ ഓർ ബെൻഡ് മൈ നീസ് ബിഫോർ ദ ഇൻസൊലന്റ് മൈറ്റ്. ശക്തന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാതെയും പാവങ്ങളെ തള്ളാതെയും ഇരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ ഭാരതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ കാഴ്ചപ്പാട് പാവപ്പെട്ടവനായി. എന്തുകൊണ്ട്? അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, അവൻ്റെ കർമ്മം കൊണ്ടാണ്. പക്ഷെങ്കിൽ അവിടെയാണ് ക്രൈസ്തവ ധർമ്മത്തിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, എന്താണ്? നമ്മൾ മറ്റുള്ളവരോടാണ് നിൽക്കുന്നത്. എൻ്റെ രക്ഷ നിങ്ങളിലൂടെയും നിങ്ങളുടെ രക്ഷ എൻ്റെയിലൂടെയുമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ കാഴ്ചപ്പാടുള്ളത്. അന്യനെ എന്താണ് സ്വന്തമാക്കുവാനാണ് നമ്മൾ നോക്കുക, അവരെ സഹായിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മിഷണറിമാരും ചെയ്തു പോയത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എങ്ങനത്തുള്ള സ്വാതന്ത്ര്യമാണ്? സ്വാതന്ത്ര്യം സ്വർഗീയ സ്വാതന്ത്ര്യമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ കവികൾ എന്താണ്, കുമാരനാശാൻ സാമൂഹിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നു. അതേസമയത്ത് ഉള്ളൂര് ധർമ്മത്തിൻ്റെ ഒരാൾ തന്നെയായിരുന്നു. വള്ളത്തോള് ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ നമ്മുടെ കവികൾ പോലും, നമ്മുടെ വെച്ചാൽ മലയാളത്തിലെ കവികൾ, ഇവിടെ നിങ്ങളെല്ലാം മലയാളിയായിട്ട് കുഴപ്പമില്ലല്ലോ,
അവർക്ക് പോലും വ്യത്യസ്തമായിട്ട് കാഴ്ചമെങ്കിൽ ഇതെല്ലാം കൂടെ സമഗ്രമായിട്ട് കണ്ട കവി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ പുസ്തകമാണ് ഗീതാഞ്ജലി. എന്നിട്ട് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം തരാത്തത്തോളം കാലം എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ് രവീന്ദ്രനാഥ്. കാരണം എന്താണ്? അദ്ദേഹം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. ഒപ്പം കൽക്കട്ടയിലുള്ള ഈശോസഭ വൈദികരുടെ കോളേജിലാണ് പഠിച്ചത്. അവരുടെ ജീവിതശൈലി കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശുഭ്രവസ്ത്രധാരികളായ പുരോഹിതന്മാരെ, നിങ്ങൾ ശുഭ്രവസ്ത്രം ഉപേക്ഷിച്ച് പാവപ്പെട്ടവരുടെ കൃഷിക്കാരുടെയും പാറപൊട്ടിക്കുന്നവരുടെയും പോകാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? അന്നത്തെ വൈദികരെ കോളേജിൽ പഠിപ്പിച്ചതിന് ശേഷം സന്ധ്യാസമയങ്ങളിൽ ഗ്രാമങ്ങൾ തോറും സുവിശേഷം പറയാനും അല്ലെങ്കിൽ അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുവാൻ പോകുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് അങ്ങനെയും പറയുന്നുണ്ട്. അപ്പം പുരോഹിതൻ ആരായിരിക്കണം വെച്ചാൽ പാവങ്ങളോടൊത്തായിരിക്കണം. യേശു തമ്പുരാൻ അത് തന്നെയാണ് പറഞ്ഞത്. അവർ പാട്ട് പോലുണ്ട്, The world stands in need of liberation, my Lord. It still has to lend your love. The blind and the deaf, the dumb and the maimed, all needs to heal your healing touch. പറയാണ് എല്ലാവർക്കും ടച്ച് ഉണ്ടാണ്. അന്തനെ, സംസാരശേഷി ഇല്ലാത്തവന്, നടക്കുവാൻ ശേഷിയില്ലാത്തവന്, ഓരോരുത്തരെയും പറയുകയാണ് ഇവർക്കെല്ലാം അവിടുത്തെ സ്പർശനം വേണം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലും അതിനെ പറയുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിലെ ഭാഗങ്ങളാണ് യേശുമ്പാൻ എടുത്തു പറഞ്ഞത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്താണ്? ഇതാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള വേദന അനുഭവിക്കുന്നുണ്ടാകരുത്, എല്ലാ തരം വിമോചനം ഉണ്ടായിരിക്കുന്നത്. ബൈബിളിലെ ജൂബിലി എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ സംഗ്രഹം പോലും ഇതാണ്. ഒന്ന് എന്താണ്? ലിബറേഷൻ. രണ്ട് ഫോർഗീവ്നെസ്. പിന്നെ റിപ്പൻഡൻസ്. പിന്നെന്താണ്? നമ്മൾ കൃഷി ചെയ്യാൻ എടുത്ത അന്നത്തെ കാലത്ത് അവർ കൃഷി എടുക്കാൻ എടുത്ത സ്ഥലം വിട്ടുകൊടുക്കേണ്ട സമയമാണ് 50-ാം വർഷം. പിന്നെ വിശ്രമിക്കുക. കാരണം ദൈവം ഇത്രയും വർഷം വിശ്രമിക്കുക വെച്ചാൽ ദൈവത്തിന് നന്ദി പറയുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഏറ്റവും അനുഗ്രഹപ്രദമായി മാറുന്നതുകൊണ്ടില്ല. ഈ പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ലിബറേഷൻ്റെ ഭാഗത്തുള്ള പാട്ടാണ്. ഞാനിപ്പം ഇംഗ്ലീഷിൽ എനിക്കൊന്ന് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പെന്തക്കോസ്തുകാർക്ക് ആ പാട്ടെടുക്കാൻ ഒത്തിട്ടില്ല. കാരണം എന്താ അറിയാം? അവർ പറഞ്ഞത് ഒന്നും പ്രവർത്തിക്കണ്ട, എന്താണ്? വിശ്വാസം മതിയെന്ന് പറഞ്ഞു. യാക്കോബ് ശ്ലീഹ പറയുന്നത് എന്താ അറിയാം? പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ആത്മാവില്ലാത്ത ശരീരവും ഒരുപോലെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ പതുക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. പെന്തക്കോസ്തുകാർക്ക് പതുക്കെ ആശയം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ആത്മാവില്ലാത്ത ശരീരവും ഒന്നാണെന്നാണ് പറഞ്ഞത്. അപ്പം ആത്മാവുണ്ടെങ്കിൽ എന്താണ്? പ്രവൃത്തിയുണ്ട്. അതുകൊണ്ടാണ് യേശുബ്രാഹ്മലും പറഞ്ഞത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. എന്താണ്? ഇവിടെ വന്ന് വെറുതെ പോവുകയല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുക, പാവപ്പെട്ടവനെ ഉൾക്കൊള്ളുക, വേശികളെ, എല്ലാ പുറന്തള്ളപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാവരെയും മാറോട് ചേർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുക. ആ ദൗത്യം പൂർണ്ണമായിട്ട് അവിടെ നിറവേറ്റി. അതിനാൽ വീണ്ടും നമുക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. ഇത് തന്നെ വീണ്ടും എന്താണ്? മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അവിടെയും മദർ തെരേസയുടെ ഏറ്റവും വലിയ പാട്ട് എന്താണ്? ഈ ഒറ്റ പാട്ടേ ഉള്ളൂ. എന്താ? When I was hungry you gave me to eat, when I was thirsty you gave me. അതായത് എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ വെള്ളം തന്നു. പിന്നെന്താണ്? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, പരിചരിച്ചു. ഞാൻ പരദേശവാസിയായിരുന്നു, നിങ്ങളെന്നെ പാർപ്പിച്ചു. നമുക്കൊരു കാര്യം, ഞാൻ മാർപ്പാപ്പയുടെ കാര്യം ഞാൻ ഈശോസഭക്കാരനായിട്ട് പറയാണ്, നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളുക. മാർപ്പാപ്പ എടുത്ത തീരുമാനം എന്താണ്? ആര് വന്നാലും സ്വീകരിച്ചോളം പറയുകയാണ്. ധാരാളം ക്രൈസ്തവരെ ലോകത്തെമ്പാടും, ഞാൻ പറഞ്ഞില്ല, നമുക്കറിയാം, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അനേകം പേര് ക്രൈസ്തവരാകുന്നത് എന്താണ്? ഇവിടെ ഒരു നന്മ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും എല്ലാവരും കുറ്റം പറയും. അദ്ദേഹം എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഭരണാധിപന്മാർക്കൊക്കെ ദേഷ്യമാണ്. മാർപ്പാപ്പ എന്തുകൊണ്ടിങ്ങനെ ഇവരെ പരദേശവാസികളെ എന്തിനു സ്വീകരിക്കുന്നു? ബൈബിളിലെ കാര്യമാണ്, 6ാമത്തെ കാര്യമാണ്. എന്താണ്? പരദേശവാസികൾക്ക് വസിക്കുവാൻ സ്ഥലം കൊടുക്കാൻ പറയുന്നത്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കേണ്ടത്. അതിനാൽ പ്രത്യേകിച്ചും ഇടവക ജനങ്ങൾക്കും തന്നെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നത്. ഇത്രയും മനോഹരമാക്കുന്നു. ഞാൻ തന്നെ ആദ്യം ഓർത്ത് ഇത്രയും എന്താണ് ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തിന് ആളുകളെല്ലാം കാണുമോ? ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം പേര് വരട്ടെ. നിങ്ങളുടെ സന്തോഷത്തിലും നമ്മുടെ സന്തോഷത്തിലും ഒരു പങ്കാളികളാകട്ടെ. ദൈവം അനുഗ്രഹിച്ചതിന് എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചോട്ടെ. യാതൊരു കുഴപ്പമില്ല.
അതിനാൽ ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സംഭാവന അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുപോലെ നിങ്ങളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മുടെ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിലുണ്ട് അവരെ നമ്മൾ തള്ളരുത്. രവീന്ദ്രനാഥ് ടാഗോറിനെ പാവപ്പെട്ടവരെ തള്ളാതെയും ശക്തന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാതെയും ഇരിക്കുവാൻ കർത്താവെ എനിക്ക് ശക്തി തരണമെന്ന് പറഞ്ഞു. ഈ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ നമ്മുടെ ചുറ്റുപാടുള്ള പാവപ്പെട്ടവരോട് നമുക്ക് കരുണയായിരിക്കട്ടെ. അതാണ് ജൂബിലിയുടെ പ്രധാന സന്ദേശവും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിന്, തുടർന്നുള്ള ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നതിന് എൻ്റെ പ്രാർത്ഥനയും ഈ വൈദ്യരുടെ പ്രാർത്ഥനയും നിങ്ങൾക്കെപ്പോൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ സന്യസ്തനായ നിങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹപ്രദമാണ്. വിവിധ കാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ചെയ്തോട് കാണും. എങ്കിൽ തന്നെയും നിങ്ങളുടെയും പ്രാർത്ഥന നമുക്കെന്നും അനുഗ്രഹമാണ്. അതിനാൽ ഇങ്ങനെ ഒരു അവസരം തന്നെ എന്താണ് എല്ലാവരോടും, പ്രത്യേക വികാരിയച്ഛനോടും മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളിലും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനിട ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉന്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വലിയ രക്തത്താൽ ഞങ്ങളെ രക്ഷിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാന ജനകർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ നേരത്തും സകല പെരുന്നാളുകളിലും കാലങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. ായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശ്വാസികളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ബാറയ്ക്കുമോർ പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും നമ്മുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ ഞങ്ങളുടെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ചുത്തമനേ, ദയതോ നീ ഞങ്ങളോടും കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെയും നീ ഓർമ്മിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകരും ആകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും
നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്കും സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സ്വന്തയാട്ടിൻ കൂട്ടത്തിനു വേണ്ടി ബലിവസ്തുവായി തീർന്ന ഉത്തമയിടയനേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഈ ഭൂമിയിൽ നിന്ന് പൂഴിയായ ഞങ്ങളെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കിയല്ലോ. നിന്റെ ശ്രേഷ്ഠ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപേന്മാരുടെയും ഗണത്തിൽ ബലഹീനരായ ഞങ്ങളെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവം തമ്പുരാനേ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും നിന്റെ സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകളെ വർഷിക്കണമേ. കടക്കാരുടെ കടപത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് അങ്ങയുടെ മുമ്പാകെ സമ്മേളിക്കുവാനിടയാക്കണമേ. കർത്താവേ, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ അവിടുത്തെ റൂഹ പ്രസാദിക്കണമേ. അവനിറങ്ങി വന്നതിനെ വിശുദ്ധീകരിക്കുമാറാകണമേ. കർത്താവേ, അധർമ്മങ്ങൾ ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും അവിടുത്തെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകപിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഓശോ കർത്താവങ്ങയുടെ ശുശ്രൂഷകളെക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നേക്ക് നാം പ്രാപിക്കട്ടെ. ബലഹീനരും പാപികളുമായി ദാസറേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധനാകുന്നു, ജീവപ്രദനായ വിസ്തൃഹ പരിശുദ്ധനാകുന്നു. അവൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെ ആത്മാക്കളിൽ എന്നും എന്നേക്കൊണ്ട് ലോകങ്ങളിലും മനസ്സോന്നി പാപികളായ ദാസരുടെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ
സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്ക് ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ നിന്നും ദൈവമാതാവായ മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകഗൃഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നിനക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഭാരിക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിൻപാകെ തലവനിച്ചിരിക്കുന്ന നിന്റെ മക്കൾക്ക് നിന്റെ ഇവിടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും
ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാരിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും മുടിയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാനയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഞങ്ങളുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിശ്ചിതംബരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ പിതാവിനായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭക്തിയോടുകൂടെ കർത്താവിനെ സ്തോത്രം ന്യായമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനെ രക്ഷിക്കും വേണ്ടി അവനുച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിശുരാജന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി കണ്ടറിൽ ചെയ്തു. വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിൽ നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം താഴ്ത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിശുരാജന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി കൊണ്ടരുളി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിലൊന്നും പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനം നൽകപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ സ്നേഹന്മാരെ വയൽപ്പിച്ചുകൊണ്ട് അവരോട് ഞാൻ വരുന്നതുവരെ
എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ പ്രകാരം അനുഷ്ഠിക്കുമെന്ന് അവൻ കൽപ്പിച്ച് അരുൾ ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാരിക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂപ സ്വർഗമാവുന്ന ഞങ്ങളുടെ പ്രലാപത്തോടു കൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയത്ത് ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേ. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവിയപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവികാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. വരയ്ക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു വരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമാർ ബസേലിയോസ് ക്ലിമീസ് കർദിനാൾ കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപത്രാസനത്തിന്റെ മേൽപ്പെട്ടക്കാരൻ നാപ്പന്മാർ കുറിലോസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ നാപ്പന്മാർ തോമസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളെ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കാശിഷന്മാർ ഷമ്മാശന്മാരായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്ത്യ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടന്മാർക്ക് ആശ്വാസപൂർണമായ ജീവിതവും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കും.
ബാർക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ദീർഘത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവം കേട്ട് ഇന്ന് സഭ നിനക്ക് അർപ്പിക്കുന്ന ഈ കുർബാനയും ആദ്യഫലങ്ങളും സ്വീകരിക്കുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെ ഭരണാധികാരികളെയും സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതിയും നിത്യകന്യകയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബ്യന്മാർ, സ്ലീഹന്മാർ, പ്രസംഗകർ, ഏവെങ്കല്യോസ്തന്മാർ, സഹദന്മാർ, മൗദനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലീകവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും ശരീരത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. മരിച്ചുപോയ വിശ്വാസിയുടെ തെറ്റുകുറ്റങ്ങൾ അവിടുന്ന് കർശനമായി പരിശോധിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രം അല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ.
ഞങ്ങൾക്കും മരിച്ചുപോർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണയും സംഭവിക്കുമെൻ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരിക്കുന്ന പ്രകാരം തന്നെയിരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകരമായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചിട്ട് പറയുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു,
ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ വലയ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. എൻ്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടെ പങ്കെടുക്കുവാൻ തക്കണം. പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവനുടെയും നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്നതും സാരാംശമായ തൃത്വത്തിന്റെ കരുണയും ഞങ്ങളുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും എടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുമുണ്ടാകുവാനിരിക്കുന്നതുമായ സകലം പൂർത്തിയാക്കത്ത് വയ്ക്കുന്ന ജീവനുള്ള പരിശുദ്ധായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
വിശ്വാസികളെയും പ്രത്യേകമായി നമുക്ക് അനുസ്മരിക്കാം. വളരെ പ്രത്യേകമായി നമ്മുടെ ഇടവാംഗങ്ങളായി വളരെ സുദീർഘമായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രത്യേകമായി സ്മരിക്കാം. വളരെ പ്രത്യേകമായി നമ്മുടെ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ സ്ഥലം അത് സൗജന്യമായി നേർച്ചയായി നമുക്ക് നൽകിയ വെള്ളാങ്കൽ ജോസഫേട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയും ഒപ്പം തന്നെ മറ്റ് ഈ ഇടവയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്ത് വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും സമർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരരുടെ നാളുകളോ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകളെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യ നവീകരണത്തിനും ദൈവപുത്ര പാപപരിഹാരത്തിന് ദാസന്റെ പുനലേക്ക് പിന്തുണങ്ങുമാറാകണമേ. എന്നേക്ക് ഞങ്ങൾ കർത്താവിന്റെ അദൃശ്യമായി നിന്റെ വലതു നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകയുള്ള ആത്മാധൈര്യത്തിനും അതിന്റെ വിലയേറിയ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. മഹോന്നതാ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയിൽ പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിക്കുന്നവരെല്ലാവരും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധാത്രത്തിന്റെ കർണങ്ങളും നാം എല്ലാവരിലും രണ്ടു ലോകങ്ങളിൽ നേക്കുണ്ടായിരിക്കട്ടെ.
2 സ്ഥലങ്ങളിലായിട്ട് വിശുദ്ധ കുർബാന കൊടുക്കുന്നു. 2 ലൈനായിട്ട് വന്ന് പുരുഷന്മാരുടെ സൈഡും സ്ത്രീകളുടെ സൈഡും 2 ലൈനായിട്ട് വന്ന് മുന്നോട്ട് വന്ന് കുർബാന ഭക്തിപൂർവ്വം സ്വീകരിക്കും. ദേമാർക്കും മൃതരിൽ കരുണയും ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച അങ്ങേ തിരുശരീരവും പാനം ചെയ്ത് പുണ്യപ്പെടുന്ന ശിക്ഷാത്മകമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെ രക്ഷണത്തിനായി ഭവിക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കും ചെയ്യണമേ. സന്തുഷ്ട ഞങ്ങൾ നിന്റെ വാഴ്ത്തിയും മനുഷ്യരുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനുമായ ദൈവം തമ്പുരാനേ, ദേദോ നീ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും ജനകനായ പിതാവാം ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും നിരന്തരമായി സ്തുതിക്കുമാറാകണമേ. ആമീൻ. ബാരേഖമോ. സ്തോത്രം നിങ്ങൾ ഏവരുമങ്ങേകിടുമെന്നും നിന്ദാതെന്നും റൂകുദിശായ്ക്കും സ്തുതി പാടിയിടും. നിന്തിരുഗാത്രം കൈക്കൊണ്ടവരാ ഞങ്ങളെ നാഥ, ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ. സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠം പ്രാപിച്ച അനുഗ്രഹത്തോട് യാത്ര ഭക്ഷണത്തോടും കൂടെ വിശുദ്ധാത്രത്തിൻ്റെ കൃപയ്ക്ക് കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവിൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമത്സവാരക്ഷിതരും വിശുദ്ധ മാംസന്തരുമാവരെ ഈ തത്വങ്ങൾ പരിഹരിക്കാൻ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ബലഹീനരും പാപികളുമായ ദാസർ നിങ്ങളുടെ പ്രാർത്ഥന അനുസരണം പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.
കുർബാന ഇവിടെ സമാപിക്കുമ്പോൾ പ്രത്യേകമായിട്ടും നമുക്ക് നന്ദിയോടുകൂടി ഈ വൈദിക ശ്രേഷ്ഠരെ നമുക്ക് ഓർക്കാം. ഇന്ന് നമുക്ക് വേണ്ടി മനോഹരമായ വിശുദ്ധിയിൽ അർപ്പിച്ച് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഈ 4 വൈദിക ശ്രേഷ്ഠരെയും അവരുടെ ശുശ്രൂഷ മേഖലകളിൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വൈദികരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്കൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കരങ്ങൾ മുത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഹ്രസ്വമായ ഒരു മീറ്റിംഗ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വർണ്ണശബളമായിട്ടുള്ള കലാപരിപാടികൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം ആസ്വദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ അച്ഛന്മാർ ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. നമുക്ക് കൈമുത്താനായിട്ട് എഴുന്നേറ്റ് വരാം. കൈമുത്തി നമുക്ക് പുറത്തേക്ക് നിൽക്കാം. പുറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ തക്കവിധം കസാര ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കസാരയിൽ സ്വസ്ഥമായിട്ട് നിങ്ങൾ സ്ഥാനങ്ങളിൽ ഇരിക്കാനായിട്ട് പരിശ്രമിക്കുക. യജമാനൻ വരുമന്നീര തുടർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോധന്യരാം പകലെല്ലാം തൻ കൂടി പണിതോ രവർക്കവനരകീട്ടി പരികർമ്മീശിടും താതനിരുത്വം മീശയ്ക്കായി പരികർമ്മിക്കും സുതൻ ഋക്കുദിശാപാരക്കലിത്ത മുടയും നോരോ മുടി ഹാലേലൂയ ചൂടും മകുടത്തിൽ യജമാനൻ വരുമന്നീര തുടർവുള്ളോരായി തൻ മുന്തി